നമസ്കാരം. നിത്യജ്യോതിഷം എന്ന പ്രതിദിന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസത്തെയും മുഹൂർത്ത വിഷയങ്ങളും പഞ്ചാംഗ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ജ്യോതിഷ പങ്ക്തിയാണിത്. ഇന്ന് 2025 ജൂൺ മാസം 14-ാം തീയതി ശനിയാഴ്ചയാണ്. ഇന്നത്തെ കരിദിന സംഖ്യ 18,72,375. കൊല്ലവർഷം 1200-ാം ആണ്ട് ഇടവമാസം 31-ാം തീയതി. ശകവർഷം 1947 ജ്യേഷ്ഠം 24. തമിഴ് മാസം വൈകാശി 31. ഇന്നത്തെ നക്ഷത്രം ഉത്രാടം. ഇന്നത്തെ തിഥി കൃഷ്ണപക്ഷ തൃതീയ. ഇന്നത്തെ കരണം വിഷ്ടിക്കരണമാണ്. ഇന്നത്തെ നിത്യയോഗം ബ്രാഹ്മ എന്ന പേരുള്ള നിത്യയോഗമാണ്. മകയിരം ഞാറ്റുവേല തുടരുന്നു. ഉത്തരായന കാലമാണ്, ഗ്രീഷ്മ ഋതു. ഇന്നത്തെ രാഹുകാലം രാവിലെ 9:15 മുതൽ 10:48 വരെയാണ്. ഇന്നത്തെ ഗുളികകാലം രാവിലെ 6:07 മുതൽ 7:41 വരെയാണ്. ഇന്ന് ശനിയാഴ്ച ആയതിനാൽ സൂര്യോദയ സമയത്ത് കാലഹോരയുടെ അധിപൻ ശനിയായിരിക്കും. അതിനുശേഷം മറ്റ് ഗ്രഹങ്ങളുടെ ആധിപത്യം ഉണ്ടായിരിക്കും. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം നോക്കാം. ഉച്ചയ്ക്ക് 11:58 മുതൽ 12:20 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. അതിനുശേഷം വരുന്ന 4 മിനിറ്റ് വർജ്യമാണ്. അതായത് 12:20 മുതൽ 12:24 വരെ മധ്യാഹ്ന വർജ്യമാണ്. വീണ്ടും 12:24 മുതൽ 12:46 വരെ അഭിജിത്ത് മുഹൂർത്തം തുടരും. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ശുഭകാര്യങ്ങൾ മുഹൂർത്തദോഷം നോക്കാതെ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ചന്ദ്രാഷ്ടമം നോക്കാം. ഇന്ന് ചന്ദ്രാഷ്ടമം മിഥുനക്കൂറിൽ ജനിച്ചവർക്കാണ്. മിഥുനക്കൂറിൽ ജനിച്ചവരെന്ന് പറഞ്ഞാൽ മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര നക്ഷത്രം, പുണർദത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. ഇത്രയും നാളിൽ ജനിച്ചവർക്ക് ഇന്ന് ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്നു. ശുഭകാര്യങ്ങൾ വർജിക്കുക. ഇന്ന് സൂര്യോദയ സമയത്തെ ഗ്രഹനില പരിശോധിക്കാം. മേടത്തിൽ ശുക്രൻ, ഇടവത്തിൽ സൂര്യൻ, മിഥുനത്തിൽ ബുധനും ഗുരുവും, ചിങ്ങത്തിൽ ചൊവ്വയും കേതുവും, മകരത്തിൽ ചന്ദ്രൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇതാണ് ഇന്നത്തെ സൂര്യോദയ സമയത്തെ ഗ്രഹനില. ഇന്ന് നമ്മൾ വ്യാഴത്തിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. വ്യാഴം എന്ന് പറയുന്നത് ഏറ്റവും ശുഭഫലം തരുന്ന ഗ്രഹമാണ്. നവഗ്രഹങ്ങളിലെ ഏറ്റവും ശുഭഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിനെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ: അറിവ്, ദയ, പുണ്യം, മക്കൾ, ബുദ്ധി, തപസ്, മന്ത്രി, കലാചാരങ്ങൾ, നിഷ്ഠ, ഗുരുസ്ഥാന മാഹാത്മ്യം, ധാരണാശക്തി, മോക്ഷം, വേദശാസ്ത്ര പുരാണങ്ങൾ, ഐശ്വര്യം, പാരമ്പര്യക്രമങ്ങൾ, ഭണ്ഡാരം, യോഗാഭ്യാസം, സന്യാസം, ജ്ഞാനം, ഇന്ദ്രിയ നിഗ്രഹം, വ്രതങ്ങൾ, പഞ്ചയജ്ഞങ്ങൾ, നിത്യകർമ്മം, സത്കർമ്മം, സതികർമ്മം തുടങ്ങിയ വളരെയേറെ കാര്യങ്ങൾ വ്യാഴത്തിനെ കൊണ്ട് പറയുന്നുണ്ട്. പ്രശ്നചിന്തയിലും ജാതക ചിന്തയിലും വ്യാഴത്തിൻ്റെ യോഗമോ ദൃഷ്ടിയോ വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇന്നത്തെ നിത്യജ്യോതിഷം ഇവിടെ അവസാനിക്കുന്നു. എല്ലാ ജ്യോതിഷ വിശ്വാസികളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.